രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും തെക്കേ ഇന്ത്യയിൽ എന്ന പോലെ ഉത്തരേന്ത്യയിലും ലഭിക്കുന്ന ജനപ്രീതി നരേന്ദ്രമോദിയെ ഭയപ്പെടുത്തുന്നു. നെഹ്റു കുടുംബത്തെ മൂടോടെ പറിച്ചെറിയാനുള്ള മോദിയുടെ ശ്രമം പാളുകയാണ്. പഴയ രാഹുലല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേദിയിൽ മോദിയെ നേരിടുന്നത്. ജനങ്ങളുമായി ഏറ്റവും അടുത്തിടപഴകുന്ന നേതാവായി അദ്ദേഹം മാറിയിരിക്കുന്നു. ഭാരത യാത്രകളിലൂടെ അദ്ദേഹം ഏറെ ജനപ്രിയനായി. പ്രിയങ്ക ഗാന്ധിക്കും വലിയ ജനപ്രീതിയാണ് ഉണ്ടായിരിക്കുന്നത്. സഹോദരി സഹോദരന്മാരുടെ പോരാട്ടത്തെ രാജ്യം സ്നേഹവായ്പോടെ കാണുന്നു, സ്വീകരിക്കുന്നു. യുപിയിലെ റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കുന്നതും ബിജെപിയെ നേരിടാനുള്ള മികച്ച രാഷ്ട്രീയ തീരുമാനമാണ്. രാഹുലിനും പ്രിയങ്കയ്ക്കും പുറമെ അരവിന്ദ് കെജ്രിവാൾ കൂടി വന്നതോടെ മോദിക്ക് മുട്ടിടി തുടങ്ങി. പ്രതിപക്ഷത്തിന്റെ കുതിച്ചുകയറ്റം ബിജെപിയുടെ കുങ്കുമത്തോട്ടങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ബിജെപിയെ തറപറ്റിക്കാൻ കഴിയുമോ എന്നാണ് കണ്ടറിയേണ്ടത്. പറയാനാവില്ല. എന്തായാലും 400 സീറ്റ് എന്നത് വെറും സ്വപ്നമായി മാറുമെന്ന് ഉറപ്പാണ്. വെറും 275 സീറ്റിൽ അത് ഒതുങ്ങിയേക്കും. ബിജെപിയെ തളയ്ക്കാൻ ഏറ്റവും വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് കോൺഗ്രസ് ആണ്. ഇതിലൂടെ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിക്ക് അന്തസ്സോടെ നിൽക്കാൻ കഴിഞ്ഞേക്കും. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായി 400 സീറ്റിൽ താഴെ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചു എന്നത് ചെറിയ കാര്യമല്ല. 100-ലധികം സീറ്റുകൾ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറായത് വലിയ ജനാധിപത്യ ബോധത്തെയാണ് കാണിക്കുന്നത്. പ്രാദേശികമായി ശക്തിയുള്ള പാർട്ടികളെ തിരിച്ചറിയാൻ കോൺഗ്രസിനായി. ഈ തീരുമാനം ഉത്തർപ്രദേശ് പോലെ ബിജെപിയുടെ ശക്തി ദുർഗങ്ങളിൽ നന്നായി പ്രതിഫലിക്കും. കഴിഞ്ഞ തവണ യുപിയിലെ 80 സീറ്റുകളിൽ 67 കോൺഗ്രസ് മത്സരിച്ചത്. ഇത്തവണ വെറും 17 സീറ്റിൽ മാത്രമാണ് മത്സരിക്കുന്നത്. അമേഠിയും റായ്ബറേലിയും ഇതിൽ ഉൾപ്പെടും. ബാക്കി സമാജ്വാദി പാർട്ടിക്കും മറ്റുമായി വിട്ടുകൊടുത്തു. ഇത് ഗുണകരമാകുമെന്ന് ഉറപ്പാണ്. യുപിയിലെ ബിജെപി എന്നാൽ യോഗി ആദിത്യനാഥാണ്. അവിടേക്കാണ് കെജ്രിവാളിന്റെ ബോംബ് പതിച്ചത്. യോഗിയെ വെട്ടി അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് മോദി വോട്ട് ചോദിക്കുന്നതെന്ന കെജ്രിവാളിന്റെ ബോംബ് വർഷിച്ചതിന്റെ പ്രതിധ്വനി യുപിയിൽ നിന്നും മാഞ്ഞുപോയിട്ടില്ല. അയോധ്യ ക്ഷേത്രത്തിൽ മോദി പ്രതിഷ്ഠ നടത്തിയതും മറ്റും ബിജെപിയിലെ തന്നെ ബ്രാഹ്മണ വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രധാനമന്ത്രിയുടെ പല പ്രകടനങ്ങളും നാടകമായി കാണുന്നവരുമുണ്ട്. മോദിയല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇത്തവണ വോട്ടാവുക എന്നാണ് യോഗേന്ദ്ര യാദവിനെ പോലുള്ളവർ നിരീക്ഷിക്കുന്നത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കർഷകരുടെ വരുമാന പ്രശ്നങ്ങൾ, ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം തുടങ്ങിയ പ്രശ്നങ്ങളാണത്. പഞ്ചാബ്, പടിഞ്ഞാറൻ യുപി, വടക്കൻ ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ 100-ലധികം മണ്ഡലങ്ങൾ ഇത്തരത്തിൽ വിധിയെഴുതും. ബിജെപിക്ക് 300 സീറ്റിന് താഴെ ലഭിക്കുമെന്ന നിരീക്ഷകർ പറയാൻ കാരണവും ഇതൊക്കെ തന്നെ. മോദിയോ ഷായോ എന്ന ചോദ്യവും വോട്ടർമാരുടെ മനസ്സിലുണ്ടാവും. എന്തായാലും ബിജെപിയും മോദിയും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലേതുപോലെ അല്ല. അവർ നന്നായി വിയർക്കുന്നുണ്ട്.